സുഖല്ലേ? ഒറ്റ പച്ചക്കറി കൊണ്ട് 10-15 മിനിറ്റിൽ ഒരു കിഡിലൻ ഒഴിച്ചക്കറിയാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ. കൂട്ടാന് ഫസ്റ്റ് 2-3 സാധനങ്ങൾ നമുക്ക് വറുത്തെടുക്കാം. 1 ടേബിൾ സ്പൂൺ അരി നല്ലോണം ഒന്ന് ചൂടാവട്ടെ. അരി നല്ലോണം ചൂടാവുമ്പോൾ 1 ടേബിൾ സ്പൂൺ മല്ലി ചേർക്കുന്നുണ്ട്. മല്ലി നല്ലോണം ചൂടാവട്ടെ. മല്ലി നല്ലോണം ചൂടാവുമ്പോൾ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ ഉലുവ, 3-4 ചുവന്ന മുളക്. ഇതെല്ലാം നല്ലോണം വറുത്തെടുക്കണം. അരി മല്ലി മുളകൊക്കെ നല്ലോണം വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 5 തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളി നല്ല സോഫ്റ്റായി എടുക്കണം. തക്കാളി നല്ല സോഫ്റ്റായി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഈ മിക്സ് തണുത്തതിന് ശേഷം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അതേ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. ഇതൊന്ന് നല്ലോണം തിളക്കട്ടെ. 1 മിനിറ്റിൻ്റെ അടുത്ത് തിളയ്ക്കണം. നമ്മളെല്ലാം വറുത്തിട്ടാണ് അരച്ച്, എന്നാലും ഒന്ന് തിളച്ചാൽ ആ പച്ച സ്വാദ് വരാണ്ടിരിക്കുള്ളൂ. കൂട്ടാൻ നല്ലോണം തിളയ്ക്കുമ്പോഴേക്കും ജാറിലേക്ക് 1/2 കപ്പ് ചിരകിയ നാളികേരം ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് ചേർക്കാം. 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം വെള്ളം ചേർക്കാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരാം. കൂട്ടാൻ നല്ലോണം തിളച്ചു കൂട്ടാം. ഇത് നമ്മൾ അരച്ച് വെച്ച നാളികേരത്തിൻ്റെ പേസ്റ്റ് ചേർക്കാം. ജാറ് കഴുകി ആ വെള്ളം ആഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ കൂട്ടാനിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇപ്പോൾ കൂട്ടാനിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തിളച്ച് പൊന്തണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പതഞ്ഞ് നല്ലോണം തിളയ്ക്കാൻ തുടങ്ങി. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. തൈര് ചേർത്ത കാരണമാണ് കേട്ടോ നമ്മളങ്ങനെ ഇളക്കി കൊടുക്കണം, തൈര് പിരിയാണ്ടിരിക്കാൻ വേണ്ടി. ഇനി അടച്ച് വെച്ച് 1 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചെടുക്കാം. നാളികേരം ചേർത്ത് നല്ലോണം തിളച്ചു. ഒഴിച്ചു കൂട്ടാനായാൽ ഇത്ര ചാറ് ഇരുന്നോട്ടെ കേട്ടോ, എന്നാലേ സ്വാദും ഉണ്ടാവുള്ളൂ. നമുക്ക് കൂട്ടാൻ വറുത്തിടാൻ ആവശ്യമുള്ള എണ്ണ ചേർക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക് മുറിച്ചത്, കുറച്ച് വേപ്പില. ഇനി നമുക്കിത് കൂട്ടാൻ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കൂട്ടാൻ വയ്ക്കുമ്പോൾ വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. വീട്ടിൽ പച്ചക്കറി കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി, നല്ലോണം കഴിച്ചോളും. മിക്കവരും ഉണ്ട് തക്കാളിയൊക്കെ എടുത്ത് മാറ്റി വെക്കണത്. ഇതുപോലെ കൂട്ടാൻ വെക്കുകയാണെങ്കിൽ തക്കാളി പോലും മാറ്റി വെക്കില്ല കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരേ ഒരു പച്ചക്കറി വെച്ച് 10-15 മിനിറ്റിൽ നല്ല അടിപൊളിയായിട്ടുള്ള കിഡിലൻ ഒഴിച്ചേറി നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇത് ഊണിന് മാത്രമല്ല കേട്ടോ, ചപ്പാത്തിക്കും ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല സ്വാദുണ്ടാവും. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.